1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കൾ സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുഅ്മിനേ, നീ എത്ര വലിയ 60 100 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ, എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അല്ലേ? തുഅറദുൽ ഫിതൻ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്. ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട്. പിന്നെ അവൻ പറയാ പടച്ചോണ്ടൊന്നും തോന്നണില്ല. അങ്ങനെ ഉംറ ചെയ്ത് വന്നിട്ട് അവൻ പറയാ, ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ? തുഅറദുൽ ഫിതൻ. രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരുടെ അടുത്ത് സിയാറത്ത് ചെയ്യുന്ന ശിർക്കാണ് പോൽ, പിന്നെ അങ്ങോട്ട് പോവണ്ട, തച്ചു പൊളിക്കണം എന്ന് അവന് കേട്ട മസ്അല അല്ലേ? അള്ളാഹുവിന്റെ ഭൂമിയിലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരെ കൊണ്ടല്ലേ ദീൻ അള്ളാഹുടെ നിലനിർത്തിയത്. ആ മഹത്തുക്കളുടെ ചാരത്ത് ചെന്ന് അള്ളാഹുവേ, ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം തരണേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും പൊറുത്തുതാ, ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ. ഇത് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു തരിൻ. മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ശിർക്കും കുഫറുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ഖിബിലയിലേക്ക് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ എന്റെ മുസ്ലിമേ, നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറ. വൈകുന്നേരം മുസ്ലിമാണ്, അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്. ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത്? കൈകളിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോകൾ, അതിലെ കമന്റുകൾ, അതിൽ വരുന്ന കഥകൾ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈമാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസ് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ.